الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്ന ബോധത്തോടെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന ബോധത്തോടെ തഖ്വ കൈവിടാതെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവന്റെ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമുക്കറിയാവുന്ന പോലെ വിശ്വാസികൾ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന സമയമാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് നമ്മളുമായി ബന്ധമുള്ള അല്ലാത്ത കുറെ ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്കെല്ലാം മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ചെയ്ത് ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ അയവിറക്കുന്ന ഒരു സമയം കൂടെയാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അഥവാ അവിടുത്തെ ആദർശ പാന്താവ്, ആ ആദർശത്തിന്റെ വഴി അത് പിന്തുടരണം എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കഴിഞ്ഞ് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് നമുക്കറിയാം. ഈ ഉമ്മത്തിനോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മില്ലത്ത്, ആദർശം, ആ ആദർശത്തിന്റെ വഴി പിന്തുടരണമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം 130-ാമത്തെ ആയത്ത്, وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. അല്ലാഹ് പറയുന്നത് وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനോട് ആരാണ് വെറുപ്പ് കാണിക്കുക?
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശ പാന്താവിനോട് ആരാണ് വെറുപ്പ് കാണിക്കുക? ആരെ വെറുപ്പ് കാണിക്കുന്നത്? ഒരാളും വെറുപ്പ് കാണിക്കില്ല. ഇല്ലാമൻ സഹിസഫിഹ നഫ്സഹു, സ്വന്തത്തോട് കോഷത്വം കാണിക്കുന്നവനല്ലാതെ മറ്റാരാണ്, സ്വന്തത്തോട് വിഡ്ഢിത്തം കാണിച്ചവനല്ലാതെ, ആ സ്വന്തത്തോട് അവിവേകം കാണിച്ചവനല്ലാതെ വേറെ ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശ വഴിയോട് വെറുപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മില്ലത്തിനോട്, അവിടുത്തെ ആദർശത്തോട്, അതിന്റെ വഴിയോട് വെറുപ്പ് കാണിക്കുന്നവൻ സ്വന്തത്തോട് വിഡ്ഢിത്തം കാണിച്ചവനാണ്. ഈ ലോകത്ത് നാം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ. മാത്രമല്ല അദ്ദേഹം പരലോകത്ത് തീർച്ചയായും സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. സൂറത്തു ആല ഇംറാനിൽ 95-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന മറ്റൊരു ഭാഗം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗം പിന്തുടരണമെന്ന് പറയുന്ന ഭാഗം, ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. ഖുൽ, നബിയെ നിങ്ങൾ പറയൂ, സ്വദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു പറഞ്ഞത് സത്യമാണ്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗം, അവിടുത്തെ ആദർശം പിന്തുടരണം. ഋജുമാനസനായ, ആ ഒരു വളവില്ലാതെ വക്രതയില്ലാതെ നേരെ ചൊവ്വ ജീവിച്ച ആ നിലയ്ക്കുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന സമയത്ത് അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ചിലർ, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ മില്ലത്തിലാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ അതോടൊപ്പം അവർ ശിർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അവകാശവാദം കൊണ്ട് കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഇനി സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയുന്നത് ഇതേ കാര്യം മറ്റൊരു രീതിയിൽ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു പറയാണ്, വമൻ അഹ്സനു ദീനൻ, ദീൻ കൊണ്ട്, മതം കൊണ്ട്, മതത്തിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ലവൻ ആരുണ്ട്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, സൽക്കർമ്മിയായിക്കൊണ്ട്, ഇഹ്സാൻ ചെയ്തുകൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊടുക്കിയവനേക്കാൾ, എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് കീഴൊടുക്കുകയും സമർപ്പിക്കുകയും ചെയ്തവനേക്കാൾ, സൽക്കർമ്മിയായിക്കൊണ്ട് അങ്ങനെ ചെയ്തവനേക്കാൾ മതം കൊണ്ട്, ദീൻ കൊണ്ട് ഏറ്റവും നന്നായവൻ വേറെ ആരാണുള്ളത്? വേറെ ആരും ഇല്ല എന്നതിന്റെ അർത്ഥം. ശേഷം അല്ലാഹു പറയാണ്, അതുപോലെ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അത് പിന്തുടരുകയും ചെയ്ത, ആ ഋജുമാനസനായി, വളവില്ലാതെ വക്രതയില്ലാതെ, തിന്മയിലേക്ക് ചാഞ്ഞു പോകാതെ, അവിശ്വാസത്തിലേക്ക് പോകാതെ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിലേക്ക് ചാഞ്ഞു പോകാതെ ഋജുമാനസനായി ജീവിച്ച ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം പിന്തുടരുകയും ചെയ്തവനേക്കാൾ ദീൻ കൊണ്ട് അഹ്സൻ, ഏറ്റവും നല്ലവൻ വേറെ ആരാണ് ഉള്ളത് എന്ന് പറയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ, ഖലീൽ എന്ന് പറഞ്ഞാൽ
ഫ്രണ്ടാണ്, കൂട്ടുകാരനാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഒരു കൂട്ടുകാരന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അത്രയും വലിയ സ്ഥാനം അദ്ദേഹത്തിന് അള്ളാഹു നൽകി എന്നാണ്. അത്രയും വലിയ സ്ഥാനം ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ട് എന്ന്. അപ്പൊ ഈ 3 ആയത്തുകൾ വേറെയും ഉണ്ട്. ഈ 3 ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നാം പിന്തുടരണം, അവിടുത്തെ ആദർശത്തിന്റെ വഴി നാം പിന്തുടരണം എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്ന് തുലനം ചെയ്തു നോക്കുക. എന്നിട്ട് തിരുത്തേണ്ടിടത്ത് നമ്മൾ തിരുത്തുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ പിന്തുടർന്ന് പറഞ്ഞല്ലോ. ആ നിലക്ക് പിന്തുടരാനുള്ള ആത്മാർത്ഥമായ ശ്രമം വിശ്വാസികൾ നിലക്ക് നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതിൽ ചില അല്ലാഹു അദ്ദേഹത്തെ വർണ്ണിച്ച വിശേഷിപ്പിച്ച ചില വിശേഷണങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിലൊന്ന് അല്ലാഹു തആല പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 131-ാമത്തെ ആയത്ത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ശരിക്കും ശ്രദ്ധിക്കണം നമ്മള്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, അസ്ലിം, നിങ്ങൾ കീഴൊതുങ്ങണം, നിങ്ങൾ സമർപ്പിക്കണം, നിങ്ങളെ എനിക്ക് സമർപ്പിക്കണം എന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. അസ്ലിം എന്ന് അള്ളാഹ് പറഞ്ഞത്. അതിന്റെ മറുപടി അസ്ലംതു എന്ന് മാത്രമല്ല, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിന് എല്ലാറ്റിനേക്കാളും വലുത് അള്ളയായിരുന്നു. അതാണ് പ്രഖ്യാപനം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അള്ളാഹുവിന് സമർപ്പിച്ചവൻ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം എന്താണ്? സമർപ്പണം എന്നാണ്. അപ്പൊ നമ്മളൊക്കെ ആരാ? മുസ്ലിമാണ്, മുസ്ലിങ്ങളാണ്. നമ്മൾ ആരാ? അള്ളാഹ്ക്ക് സമർപ്പിച്ചവരാണ്. പക്ഷെ പ്രിയമുള്ള വിശ്വാസികളെ, ബഹുമാന്യരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം അള്ളാഹു ഇങ്ങനെ പറഞ്ഞു എന്നും വരുന്നു, അതോടൊപ്പം നമ്മുടെ ദേഹേച്ഛ ഇങ്ങനെ ഒരു കാര്യം താല്പര്യപ്പെടുകയും ചെയ്യുന്നു വിചാരിക്കുക. നമ്മുടെ ദേഹേച്ഛ ഒരു കാര്യം താല്പര്യപ്പെടും, പക്ഷെ അള്ളാഹ് അത് വിരോധിച്ചതാണ്. ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതാണ് നാം എടുക്കേണ്ടത്? ആ നമ്മുടെ താല്പര്യം മാറ്റിവെക്കണം. അള്ളാഹ് അനുവദിച്ചതല്ലേ എങ്കിൽ പിന്നെ നമ്മുടെ താല്പര്യം നമ്മൾ കുറെ കാലം കൊതിച്ചതാകാം, ആഗ്രഹിച്ചതാകാം. ആ ആഗ്രഹം പൂവണിയാൻ പോകുന്ന ഒരു നിമിഷം വിചാരിച്ചോളൂ. ആ സമയത്ത് നാം തിരിച്ചറിയുകയാണ്, ഇല്ല, ഇത് അല്ലാഹു എനിക്ക് അനുവദിച്ചതല്ല എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ അവിടെ മാറണം. കാരണം മുസ്ലിമാണ്, മുസ്ലിങ്ങളാണ്, അള്ളാഹ്ക്ക് നമ്മളെ സമർപ്പിച്ചവരാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറിയില്ലേ നമുക്ക്? അദ്ദേഹത്തെ അല്ലാഹ് പരീക്ഷിച്ച ഓരോന്നിലും വിജയിച്ചില്ലേ? ഓരോന്നിലും വിജയിച്ചില്ലേ? അദ്ദേഹത്തിന് തന്റെ സന്തതിയേക്കാൾ വലുത് അള്ളാഹുവാണ് ജീവിതം കൊണ്ട് തെളിയിച്ചില്ലേ? അദ്ദേഹം തന്റെ ഇണയേക്കാൾ വലുത് അള്ളയാണ് ജീവിതം കൊണ്ട് തെളിയിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയില്ലേ? തനിക്ക് വാർദ്ധക്യത്തിലുണ്ടായ ആ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഭാര്യയെയും മക്കയിൽ പാർപ്പിക്കണമെന്ന് അള്ളാഹുവിന് ഉത്തരവുണ്ടായപ്പോ അറച്ചു നിന്നില്ല അദ്ദേഹം, മടിച്ചു നിന്നില്ല അദ്ദേഹം. അള്ളാഹിന്റെ കൽപ്പന നിറവേറ്റാൻ തയ്യാറായി. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അവിടെയാകണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, പുരുഷന്മാർ, ചെറിയ ഉദാഹരണം പറയാം. പുരുഷന്മാരുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോവാൻ പാടില്ല. അതിനെ പല നിലക്കും ന്യായീകരിക്കുന്ന മനുഷ്യന്മാർ വരെയുണ്ട്. ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബോധപൂർവം നെരിയാണിക്ക് താഴെ അത് തുണിയാണെങ്കിലും പാൻസ് ആണെങ്കിലും പോകാൻ പാടില്ല. പക്ഷെ ചില ആളുകൾക്ക് സങ്കടമാണ്. ചില മനുഷ്യന്മാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോവരെ, ചില മനുഷ്യന്മാർ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയത്ത് വരെ കണ്ടിട്ടുണ്ട്. ചില സമയത്തൊക്കെ നെരിയാണിക്ക് താഴെ ആ പള്ളിയുടെ കാർപ്പറ്റിലായിരിക്കും അവിടെ തുണി കിടക്കുന്നത്. എന്തൊരു സങ്കടമാണ് പ്രിയമുള്ളവരെ. ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉടുത്തെങ്കിലേ എന്തോ ഒരു മാനസിക സംതൃപ്തി ലഭിക്കുന്നതാണ്. അത് മാറ്റിവെക്കണം. നമ്മൾ അള്ളാഹുവിനെ സമർപ്പിച്ചവരാണ്. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാമുന്നാസ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചില്ലേ? അവർക്ക് നമുക്ക് മാതൃകയില്ലേ? സ്വീകരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ നമ്മൾ എടുക്കുക ജീവിതത്തിൽ.
ഇനി മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു കുറെ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലൊക്കെ അദ്ദേഹം വിജയിച്ചു. വല്ലാത്ത അത്ഭുതം. അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം വിജയിച്ചു. സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, വഇദ് ബതല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. അല്ലാത്തൊരു പ്രയോഗമാണ്. വഇദ് ബതല ഇബ്രാഹീമ റബ്ബു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം. ബികലിമാത്ത്, ചില കലിമത്തുകൾ, പദങ്ങൾ കൊണ്ട്, അതായത് ചില കൽപ്പനകൾ, ചില വിരോധങ്ങൾ, ആ നിലക്കുള്ള ചില പദങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട്, അദ്ദേഹത്തെ ചില കൽപ്പനകൾ കൊണ്ട്, വിരോധങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. എന്ന് അല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? ഫഅതമ്മഹുന്ന, അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി. ഫിനിഷിംഗ്, എല്ലാം തീർത്തു, ഒന്നും ബാക്കിയാക്കിയില്ല. ബഹുമാന്യ വിശ്വാസികളെ, നമ്മളും ജീവിക്കുമ്പോ പല പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകരുത് എന്ന തീരുമാനം, ഒരു ഉറപ്പ്, ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. വിചാരിക്കാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അപ്രതീക്ഷിതം. ഒരിക്കലും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ തന്റെ സമ്പത്ത്, തന്റെ വരുമാനം, അതേപോലെ തന്നെ തന്റെ കുടുംബം, ഇതൊക്കെയായിട്ട് പ്ലാനിങ്ങോടെ ഇങ്ങനെ പോവാൻ, നല്ല പ്ലാനോടെ ഇങ്ങനെ പോവാൻ വിചാരിച്ചോളൂ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മുടെ ഇൻകം, നമ്മുടെ സോഴ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇത്ര വരുമാനമുണ്ട്, അപ്പൊ ഇങ്ങനെ 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 കാര്യങ്ങൾ നീക്കി പോവണം. അതിനിടയിലെങ്ങാനും ഒരു മാരക രോഗമെങ്ങാനും കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നാൽ റഹ്മുർ-റഹീമീനായ അല്ലാഹ് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ എങ്ങാനും വന്നാൽ എല്ലാ പ്ലാനും തെറ്റിയില്ലേ? എല്ലാ പ്ലാനും തെറ്റിയില്ലേ? തന്റെ ഉള്ള സാമ്പത്തിക കപ്പാസിറ്റി വെച്ചുകൊണ്ട് ഒരു പക്ഷെ ഒരു ട്രിപ്പ്, കുടുംബം ഒന്നിച്ച് ട്രിപ്പ്, കുറച്ച് ദിവസങ്ങൾ നീണ്ടെടുക്കുന്ന ട്രിപ്പ് പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഉള്ള വെച്ചിട്ട് ഇങ്ങനെ 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 അതിന് ഒരു കൂട്ടി വെച്ചുണ്ടാക്കിയതാണ്. അതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നെങ്കിൽ ആ യാത്രയെ പറ്റി ചിന്തിക്കുമോ? അത് പോയി വന്നിട്ട് ആക്കാന്ന് ചിന്തിക്കുമോ? എല്ലാം തകിടം മറിഞ്ഞില്ലേ? മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പിന്നെ കുറച്ച് വലിയ എക്സ്പെൻസീവായ സാമ്പത്തിക ചെലവുള്ള തരത്തിലാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാൻ. ആ സമയത്താണ് രോഗമെങ്കിൽ അങ്ങനെ പഠനത്തെ കുറിച്ച് പിന്നെ ആലോചിക്കുമോ? കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോകൂലേ? അള്ളാഹു നമ്മൾ ദുആ ചെയ്യുക. അഥവാ പരീക്ഷിക്കപ്പെട്ടാൽ പരാജയപ്പെടില്ല എന്ന തീരുമാനം മനസ്സിലുണ്ടാകണം. അള്ളാഹു ദുആ ചെയ്യണം. ശരി, പരീക്ഷിക്കപ്പെട്ടാൽ പരാജയപ്പെടുക, അത് നമ്മുടെ പോളിസി ആകണം. അത് നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നമ്മുടെ തീരുമാനമാകണം, നമ്മുടെ നിലപാടാകണം. പരീക്ഷിക്കപ്പെട്ട ഞാനതിൽ പരാജയപ്പെടില്ല, ഞാൻ വിശ്വാസിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മാതൃകയുണ്ട്. നോക്കൂ, അദ്ദേഹത്തിന് എത്ര പരീക്ഷണമാണ്. വാർദ്ധക്യത്തിന്റെ ആ സമയം വരെ കുട്ടികളില്ല. പരീക്ഷണം ചെറുതാണോ? അസ്വസ്ഥനായില്ലല്ലോ അദ്ദേഹം, നിരാശനായില്ലല്ലോ അദ്ദേഹം. ആ കുഞ്ഞിനെ താമസിപ്പിക്കാൻ പറഞ്ഞു. എന്താ റബ്ബേ എന്നോട് ഇങ്ങനെ എന്ന് പരാതി പറഞ്ഞില്ലല്ലോ അദ്ദേഹം. പിന്നീട് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് ആ കുഞ്ഞ് തന്റെ കൂടെ ഓടിച്ചാടി കളിക്കുന്ന പ്രായമായപ്പോ അദ്ദേഹം വരുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ. അല്ലാഹുവിന്റെ അടുത്ത ഉത്തരവ് എന്താണ്? അറുക്കണമെന്നാണ്. അറുത്തിട്ടില്ല. ചില ആളുകൾ നിർവ്യാഖ്യാനം ചെയ്യാറുണ്ട്, അറുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സന്നദ്ധത നോക്കൂ, എത്രയാണ് പരീക്ഷണം അല്ലെ? എല്ലാറ്റിലും അദ്ദേഹം വിജയിച്ചു. എല്ലാറ്റിലും അദ്ദേഹം വിജയിച്ചു. നമുക്ക് അദ്ദേഹത്തിൽ മാതൃകയുണ്ട്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതിൽ വിജയിക്കാൻ മറക്കരുത്. ബോധപൂർവ്വം വിജയിക്കാൻ വേണ്ട സംഗതികൾ നാം ചെയ്യണം. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇബ്രാഹീമ അല്ലദീ വഫാ. സൂറത്തുൽ നജ്മിലെ ആയത്ത്. വഇബ്രാഹീമ അല്ലദീ വഫാ. ഇബ്രാഹിം നബി അല്ലാഹു ഇങ്ങനെ പരാമർശിക്കുകയാണ്. അല്ലദീ വഫാ എന്ന് പറഞ്ഞാല് അല്ലാഹുമായി പൂർത്തീകരിക്കേണ്ട എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നും ബാക്കിയാക്കിയില്ല, ഒന്നും ബാക്കിയാക്കിയില്ല. അള്ളാഹുമായി പൂർത്തീകരിക്കേണ്ട എല്ലാം പൂർത്തീകരിച്ചു. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മാതൃകയാണ്. സബറിന്റെ നേരത്ത് സബർ ചെയ്തു, ക്ഷമിച്ചു. ശുക്രിന് ശുക്ർ ചെയ്തു. അങ്ങനെ തുടങ്ങി തന്റെ ഓരോ സന്ദർഭങ്ങളിലും ആ ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചു.
നിർബന്ധമായി ചെയ്യേണ്ടതൊന്നും ഒഴിവാക്കിയില്ല. അങ്ങനെ അള്ളാഹുമായുള്ള എല്ലാ ഇടപാടുകൾ തീർക്കുക. നമ്മളും ചെയ്യേണ്ടതല്ലേ അത്? അള്ളാഹുമായുള്ള ഇടപാടുകൾ ബാക്കിയുണ്ടോ? നാം ശരിക്കാലോചിക്കുക. ആ ഇടപാടുകൾ എല്ലാം അള്ളാഹുമായുള്ള എല്ലാം പൂർത്തീകരിക്കുക. ഒപ്പം പടപ്പുകളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുന്നുണ്ടാവും. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവർ, അത്തരം ആളുകളോട് സോറി പറഞ്ഞ് ക്ലിയർ ചെയ്യണം. അന്യന്റെ സമ്പത്ത് എടുത്തിട്ടുണ്ടോ, അത് കൊടുത്ത് ക്ലിയർ ചെയ്യണം. എന്നാലേ ആ വിഷയത്തിൽ അള്ളാഹുമായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു താല നമ്മുടെ കർമ്മങ്ങൾ എടുത്തിട്ട് പരലോകത്ത് അവർക്ക് കൊടുത്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യുക. നാം കഷ്ടപ്പെട്ട് നിസ്കരിച്ച നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും മറ്റു അമലുകൾ അള്ളാഹു എടുത്തു കൊടുക്കും. ശൂന്യരായി പോകും, ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പോകും. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അള്ളാഹു തആല പറയുന്നത് സൂറത്തുൻ നഹ്ലിലെ 120-ാമത്തെ ആയത്ത്, അതിൽ 120, 21 ആയത്ത് അള്ളാഹു തആല അവിടെ പറയുന്നത് കുറെ കാര്യങ്ങൾ, ഇബ്രാഹിമിന്റെ കുറെ ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാന ഉമ്മതൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാല് പല അർത്ഥമുണ്ട്. സമൂഹം എന്നർത്ഥമുണ്ട്, നേതാവ് എന്നർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥത്തിലും വേറെ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സമൂഹം ചെയ്യേണ്ട സംഗതികൾ ഒരാൾ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത് നിർവഹിച്ചു. ആ നിലയ്ക്കൊരു സമൂഹമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റുള്ളവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഉമ്മത്തിന് അർത്ഥമുണ്ട്. ആ നിലക്കുള്ള നേതൃസ്ഥാനത്തുള്ള ആളായിരുന്നു. ഈ അർത്ഥത്തിലൊക്കെ അദ്ദേഹം ഉമ്മത്തി എന്ന വിശേഷത്തിന് അർഹനായിരുന്നു. അതാണ് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ, ഉമ്മത്തായിരുന്നു അദ്ദേഹം. പിന്നെ പറഞ്ഞത് ഖാനിതൻ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങി വിനയത്തോടെ ജീവിക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് കീഴൊതുങ്ങിക്കൊണ്ട് വിനയത്തോടെ കഴിയുക. ഇതിലൊക്കെ നമുക്ക് മാതൃകണ്ടേ. നോക്കൂ, അദ്ദേഹം നിർവഹിച്ച ദഅവത്ത് അദ്ദേഹത്തിന് സാധ്യമാകുന്ന നിലക്കുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിയ അദ്ദേഹം തന്റെ പിതാവിനോട്, അല്ലെ, അങ്ങനെ തുടങ്ങി രാജാവിനോട്, അങ്ങനെ തുടങ്ങി പലതും ആ നിലക്കുള്ള അദ്ദേഹം ആ നിലക്കുള്ള കാര്യങ്ങൾ നടത്തി. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുമ്പോൾ ഒന്ന് തുറന്ന് പറയാൻ, ഇത് തെറ്റാണെന്ന് സ്നേഹത്തോടെ പറയാൻ സമയം നമുക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെ പാടായി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണിച്ചിങ്ങി പോവുകയാണെങ്കിൽ പ്രവാചകന്മാർ ഇവിടെ നിയോഗിക്കപ്പെടാനില്ലല്ലോ. വിശ്വാസികളായ നമ്മയല്ലേ ഏൽപ്പിച്ചത്. നാം കഴിയുന്ന പോലെ അവനവന്റെ പരിധി അറിഞ്ഞും ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യത നിർവഹിക്കാൻ തയ്യാറാണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ. പിന്നെ ഖാനിതൻ, അള്ളാഹുവിന് കീഴൊതുങ്ങി വിനയാന്വിതനായി ജീവിക്കുന്ന ആളായിരുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ അഹങ്കാരം വരരുത്. നമുക്കുള്ള എന്തെങ്കിലും കഴിവോ കാര്യങ്ങളോ കൊണ്ട് അത് എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഇവിടെ ഒരു കച്ചവടക്കാരനാണെങ്കിൽ വലിയൊരു ലാഭം ലഭിച്ചു, ഒരു ഉദ്യോഗസ്ഥനാണോ ഒരു പ്രൊമോഷൻ ലഭിച്ചു, അതെനിക്ക് കിട്ടേണ്ടത് എന്റെ യോഗ്യതയാണ്. അതെനിക്ക് കിട്ടില്ല, പിന്നെ ആർക്കാ കിട്ടുക? അതിന്റെ ഭൗതികമായ കാരണങ്ങളിലേ നാം എത്തിയിട്ടുണ്ടാകാം. അള്ളാന്റെ തൗഫീഖ് വേണ്ടേ അതിന്? അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ രീതിയിൽ അള്ളാഹുവിന് വിനയാന്വിതനായി ജീവിച്ച ആളായിരുന്നു അദ്ദേഹം. നമുക്ക് മാതൃകയുണ്ട്. ആ നിലയ്ക്ക് നാം ജീവിക്കുക. അതുപോലെ ഹനീഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, വളവില്ലാതെ ഋജുമാനസനായി അവിശ്വാസത്തിലേക്ക് തെറ്റിപ്പോകാതെ നേരായ വഴിയിൽ ജീവിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ്. നമ്മൾ ആലോചിക്കുക, നേരായ വഴിയിൽ തെറ്റിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകാം. സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ പലതും സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ടാകും. നാം പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ മനസ്സുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് നാം പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ രീതിയിൽ നാം
വളവില്ലാതെ വക്രതയില്ലാതെ ജീവിക്കുക. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. അടുത്തെന്ന് പറയാണ്, അതും നമുക്ക് പാഠമുണ്ട് അദ്ദേഹത്തിൽ. ഇതിങ്ങനെ പറയാൻ കാരണം പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ചിലര് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. ആ അവകാശവാദം ശരിയല്ല. ഈ ആദർശം പിന്തുടരാതെ എന്ത് അവകാശവാദമാണ്? വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയാണ്. നമ്മളും ജാഗ്രത പാലിക്കണം. ഒന്ന് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. അള്ളാഹുവോട് മാത്രമല്ലേ അദ്ദേഹം ദുആ ചെയ്തത്? അദ്ദേഹത്തിന് നൂഹ് നബി അറിയില്ലായിരുന്നോ? ആദം നബി അറിയില്ലായിരുന്നോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹം സന്താനമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ സഹായം ചോദിച്ചോ? ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആലോചിച്ച് നോക്ക്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ഒരു വിവാഹം കഴിഞ്ഞ് 5, 10, 15 കൊല്ലം കുട്ടികളില്ലാതെ ജീവിക്കുന്ന ദമ്പതിമാർ ഏതെല്ലാം മഖാമുകളിൽ ദർഗകളിലെത്തും, ഏതെല്ലാം മരിച്ചുപോയ മഹത്തുക്കളോട് സഹായം ചോദിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാമുന്നാസ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിയോട് സഹായം ചോദിച്ചിട്ടില്ല. ഇദ്രീസ് നബിയോട് സഹായം ചോദിച്ചിട്ടില്ല. ആദം നബിയോട് സഹായം ചോദിച്ചിട്ടില്ല. അലൈഹിമുസ്സലാം അജ്മഈൻ. നാം ചിന്തിക്കണം, മാതൃകയുണ്ട് നമുക്ക്. അദ്ദേഹം ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ സാലിഹായ സന്താനത്തെ തരണേ. ആരോട്? അല്ലാഹുവോട്. പ്രാർത്ഥന അല്ലാഹുവോടായിരിക്കണം. ഇല്ലെങ്കിൽ ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ മുഴുവൻ അമലും ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമായി പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന്. അതുകൊണ്ട് ശിർക്ക് നമ്മില്ലെന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആരുമായി ബന്ധമുണ്ടോ അവരില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ ഉണർത്തുകയും ചെയ്യുക. വലം യകു മിനൽ മുശ്രിക്കീൻ. ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. സങ്കടമാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നമ്മുടെ നാട്ടിൽ സഹായം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് കുതുബിയത്ത് എന്ന് പറഞ്ഞ സംഗതി. കുതുബിയത്ത് നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർക്ക് ഒരു ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടായാൽ, ജോലി നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലും ചിലപ്പോൾ ചൊല്ലും, അല്ലെങ്കിൽ നല്ല സൗകര്യ ജീവിതത്തിൽ ഉണ്ടായാലും ചൊല്ലും. അതിൽ പറയുന്ന ഒരു സംഗതി, ഉദാഹരണം പറയട്ടെ, കുറെ ഉണ്ട്. എന്താണെന്നറിയോ? യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഖൗസഹുമാ യാ ഫൈല ഐനൈ വജൂദൈഹിം വബൈതഹുമാ. ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ ആരോടായി പറയുന്നതെന്നറിയോ? അല്ലാഹുവോടല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോടാണ്. ഷെയ്ഖ് ജീലാനിയോടെ പറയുന്നത്, ഈ മഴയും വെള്ളപ്പത നമുക്ക് കുറച്ച് ദിവസങ്ങളായി നല്ല മഴ കിട്ടുന്നു, അള്ളാഹു നല്ല മഴയാക്കി അനുഗ്രഹമായി മാറ്റുമാറാവട്ടെ. അപകടങ്ങൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം ദുആ ചെയ്യുക. ഈ മഴ ആരാ ഇറക്കിയത്? നമ്മുടെ ഉത്തരം എന്താ? വിശ്വാസികളുടെ ഉത്തരം എന്താ? അല്ലാഹ് നീയാണെന്നല്ലേ. പക്ഷെ ഇവിടെ കുതുബിയത്തിൽ പറയുന്നത് ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോടാ. ഇതിനർത്ഥം ഇത് തെറ്റാന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ആക്ഷേപിക്കുന്നല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അല്ല മഴ പെയ്യിച്ചതെന്നാണ്. ആ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന് മഴ വേണ്ടിയിരുന്നില്ലേ? അദ്ദേഹത്തിന് വെള്ളം വേണ്ടിയിരുന്നില്ലേ? ആ വെള്ളമെങ്കിലും അദ്ദേഹമാണോ ഇറക്കിയത്? ബാക്കിയുള്ളത് പോട്ടെ, അദ്ദേഹത്തിന് വേണ്ട വെള്ളമെങ്കിൽ അദ്ദേഹമാണ് ഇറക്കിയത്? അല്ല, അല്ലയല്ലേ ഇറക്കിയത്. അല്ലാണ്ട് ഒരു ചോദ്യമുണ്ട്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തശ്കുറൂൻ. അല്ലാണ്ട് ചോദ്യം എന്താണ്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം കണ്ടില്ലേ? നിങ്ങളാണോ മഴമേഘങ്ങളുടെ വെള്ളം ഇറക്കിയത്? അതല്ല നാമാണോ? അല്ലാതെ ചോദ്യം നിങ്ങളാണോ അതോ നാമാണോ? ഈ നിങ്ങളാണോ എന്ന ചോദ്യത്തിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഒഴിവാണോ? അദ്ദേഹത്തിന് ബാധകല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാനാണ് മഴ പെയ്ച്ചതെന്ന്. ബഹുമാന്യ വിശ്വാസികളെ നാം ചിന്തിക്കുക.
നമുക്ക് പറയാനുള്ള ഉത്തരം അല്ലാഹുവേ ഞങ്ങളല്ല നീയാണ് മഴ പെയ്ച്ചത് എന്നാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസപരമായ ക്ലാരിറ്റി നാം ഉണ്ടാക്കുന്നത്. അല്ലാഹ് പറയാണ് ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗല തഷ്കുറൂൻ. നാം വിചാരിച്ചിരുന്നെങ്കിൽ ആ വെള്ളം ഉപ്പുരുചിയുള്ളതാക്കുമായിരുന്നു, ആക്കിയില്ല. നല്ല പച്ചവെള്ളം ശുദ്ധജലമായി ഇറക്കി തന്നില്ലേ, എന്താ നന്ദി കാണിക്കാത്തത് ഇങ്ങനെ എന്നാണ് അല്ലാഹ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ ഇത്തരം വിശ്വാസ വൈകല്യങ്ങളുള്ള ആളുകളോട് സ്നേഹത്തോടെ പറഞ്ഞ് ശുദ്ധിയാക്കാൻ, വിശ്വാസം റെഡിയാക്കാൻ പറയണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ. ഇനി അല്ലാഹ് പറയാണ് ശാക്കിറൻ ലിഅൻഉമിഹി, അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളായിരുന്നു അദ്ദേഹം എന്ന്. അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളായിരുന്നു. ആ സ്വഭാവം നമ്മിലുണ്ടാകാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ വാർദ്ധക്യത്തിൽ കുട്ടി ഉണ്ടായപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. എനിക്ക് വാർദ്ധക്യ സമയത്ത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം ഈ രണ്ട് മക്കളെ സന്താനങ്ങളായി തന്ന അല്ലാഹ്ക്ക് സർവസ്തുതിയാണ്. അല്ലാഹ്ക്ക് അദ്ദേഹം ഹംദ് അർപ്പിച്ചു. നമുക്കും എത്രയോ അനുഗ്രഹങ്ങൾ ഒക്കെ പോട്ടെ, ഇന്ന് ഈ ജുമുഅക്ക് നാം എത്തിയ ഈ ഏതാനും മിനിറ്റുകൾ, ഈ നേരം നാം ശ്വസിച്ചില്ലേ, ഈ നേരം നമ്മുടെ ഹൃദയം വർക്ക് ചെയ്തില്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും പ്രവർത്തിച്ചില്ലേ, നമ്മുടെ കാത് പ്രവർത്തിക്കുന്നില്ലേ, നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നില്ലേ, ഇതിനെ നമ്മൾ എന്താ ചെയ്തത്? അള്ളാന്റെ ഓശാരമല്ലേ? ആ പ്രവാചകൻ പോലും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളായിരുന്നു. നമ്മളും ഓർമ്മയാകുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാ, അല്ലാഹ്ക്ക് സ്തുതി അർപ്പിക്കുക. ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു ഭാഗം സൂറത്ത് ഹൂദിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹലീം എന്ന് പറഞ്ഞാല് ഒരു വിവേകിയാണ്. കാര്യങ്ങൾക്ക് അവധാനതയോടെ എടുത്തുചാട്ടമില്ലാതെ വിവേകത്തോടെ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ്. ക്ഷമ അതുണ്ടാകണം എന്നാണ്, അതുള്ള ആളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അവ്വാഹും മുനീബ്, അള്ളാഹുവിലേക്ക് താഴ്മയോടെ ഖേദിച്ച് മടങ്ങുന്ന ആളായിരുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മളും അള്ളാഹുവിലേക്ക് ആ നിലക്ക് അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് മടങ്ങാൻ തയ്യാറാകണം. അങ്ങനെ കുറെ തലങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മാതൃകയുണ്ട്. പിൻപറ്റിക്കൊണ്ട് ജീവിതം നാം ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد أيها الناس أوصيكم ثانيا بتقوى الله. വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ കുറേ തലങ്ങൾ നമുക്കറിയാമല്ലോ, നാം പിൻപറ്റാനുണ്ട്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകൾ സൂറത്തു ശുഅറയിൽ കാണാം. അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിക്കും. ആ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് വലാ തുഖ്സിനി യൗമ യുബ്അഥൂൻ, അല്ലാഹ് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസം നീ എന്നെ അപമാനിക്കരുതേ അല്ലാഹ്, എന്നെ മാനം കെടുക്കരുതേ അല്ലാഹ്. ആരാണ് ഈ പ്രാർത്ഥിക്കണമെന്ന്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അഗ്നിയിലേക്ക് എറിയപ്പെട്ട പരീക്ഷണം വരെ ഏൽക്കപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകൻ അള്ളാഹുക്ക് വേണ്ടി പറഞ്ഞ കുറെ സംഗതി പറഞ്ഞില്ലേ, അദ്ദേഹം പറയണം, പ്രാർത്ഥിക്കണം, അല്ലാഹ് പരലോകത്തന്നെ മാനം കെടുക്കരുത്. ബഹുമാന്യ വിശ്വാസികളെ, നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയാണ്, ഏതാണ് ദിവസം? യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം.
സമ്പത്തിന്റെ ബലം കൊണ്ട്, സന്താനങ്ങളുടെ ബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. പാപങ്ങളിലൊക്കെ രക്ഷപ്പെട്ട മനസ്സുമായി വരുന്നവർക്ക്, ആ ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് രക്ഷയുള്ളൂ. എന്നാൽ സമ്പത്ത് നല്ല രൂപത്തിൽ വിനിയോഗിച്ചവർക്ക് രക്ഷയുണ്ട്. മക്കളെ നല്ല രൂപത്തിൽ ആ നിലക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നവർക്ക് രക്ഷയുണ്ട്. അവരെ കൊണ്ട് ഉപകരിക്കും. അല്ലാത്ത നിലക്ക് ഉപകരിക്കാത്ത ആ ദിവസം അല്ലാഹുവേ നീ എന്നെ അപമാനിക്കരുതേ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കർമ്മങ്ങളുണ്ടാവും. പരലോകത്ത് വെളിച്ചത്ത് വന്നാൽ മാനം കെടലാണ്, മാനം കെട്ടുപോകും. ബഹുമാന്യ വിശ്വാസികളെ, അതുകൊണ്ട് നമ്മൾ ഉള്ളും പുറവും, ഉള്ളിൽ മറ്റൊന്നില്ലാതെ ആ നിലക്കുള്ള നിഷ്കളങ്കമായ ഒരു ജീവിതമായിരിക്കും നയിക്കേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ വരെ പ്രാർത്ഥിച്ചു എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. നാം ഈ വളരെ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ പവിത്രതയുള്ള ദിവസങ്ങളാണ്. പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള സമയമാണ്. പുണ്യകർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഈ ദിവസങ്ങൾ നാം ശ്രദ്ധിക്കുക. അതുപോലെ കൂട്ടത്തിൽ ദുൽഹിജ്ജ 9 അറഫ നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനുള്ളതുമായ വർഷങ്ങളിലെ പാപങ്ങൾ ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. ആ നോമ്പ് പൊറുക്കാൻ കാരണമാകും എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ രൂപത്തിൽ നമ്മൾ അത് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് അനുഷ്ഠിക്കണം ചർച്ചയും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതത് നാട്ടിൽ 9 എന്നാണ് അന്ന് നോൽക്കുക. നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയാണ് അന്ന് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ശനിയാഴ്ചയിൽ പെരുന്നാളുമായിരിക്കും. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അത് ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനിയും ആരെങ്കിലും ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അല്പം സമയം കൂടെ ഉണ്ട്. 7000 രൂപയാണ് ഒരു ഷെയറിന് സാധ്യമാകുന്നവർക്ക്. അതിൽ ഇനിയും പങ്കുചേരാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ അങ്ങനെ ഈ ഉദ്ഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ച ആളുകൾ ഈ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് അറവ് നടക്കുന്നത് വരെ ശരീരത്തിൽ നിന്ന് മുടി നീക്കം ചെയ്യാൻ പാടില്ല, നഖം നീക്കം ചെയ്യാൻ പാടില്ല. ബോധപൂർവം മുടി ചെയ്യുന്ന സമയത്ത് കൊഴിഞ്ഞു പോയത് അതിൽ പെടുന്നതല്ല. ബോധപൂർവം ആ നിലക്ക് നീക്കം ചെയ്യാൻ പാടില്ല എന്നതുകൂടെ കൂടെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. അത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി അള്ളാഹു സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. ഒരു റംബൂച്ചായിക്കൊണ്ട് ആളുകളെ കാണിക്കാനോ മറ്റോ അല്ലാതെ ആത്മാർത്ഥമായി പരലോകത്തതിന്റെ പ്രതിഫലം ലഭിക്കണം എന്നുള്ള, അതറുക്കുമ്പോഴൊക്കെയുള്ള ആ മനസ്സിലെ തഖ്വ, ആ ഒരു ചിന്തയാണ് അള്ളാഹുവിന്റെ അരികിൽ പരിഗണിക്കപ്പെടുന്നത് എന്ന് ബോധത്തോടെ നാം കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ നമുക്കെല്ലാം അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസിനികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ചില സഹോദരിമാർ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഈ പള്ളിയിൽ ജുമുഅയിൽ ഉണ്ടാകും. അതുപോലെ നമ്മുടെ പലരുടെയും കുടുംബത്തിൽ, അതുപോലെ വീടുകളിൽ, ബന്ധത്തിലൊക്കെ ഉണ്ടാകും. അല്ലാഹു തആല പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോയമ്പത്തൂരിൽ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹം സുഖമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു പ്രയാസകരമായ അവസ്ഥയിലാണ്. ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.